അതെ, മുനമ്പത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു ജുഡീഷ്യൽ കാര്യമായതുകൊണ്ട് ഇപ്പോൾ അധികം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ കോടതിയുടെ കയ്യിൽ വന്ന കാരണം കോടതിയായിരിക്കും തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാകാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ കോടതി ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ കോടതി പറയുന്നതായിരിക്കും ശരിക്ക് ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത്. കോടതിയാണല്ലോ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതെ ഇന്നലെ പറഞ്ഞിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ആരും ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ചിലപ്പോൾ നിയമത്തിൻ്റെ വശങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന് സമയം വേണ്ട വരും. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കും. ഞാനെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. എല്ലാം നന്മയ്ക്ക് വേണ്ടി, എല്ലാം ഗുണത്തിന് വേണ്ടി നടക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതും വേണമെങ്കിൽ ആരായാവുന്നതാണ് ഔട്ട് ഓഫ് കോർട്ടിലേക്ക്. പക്ഷെ എന്നാലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമ വിധി. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടി വരും.